ഹലോ ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പറിനെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നോൺ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ 2, 3, 75 അതുപോലെ തന്നെ പോയിന്റ് വരുന്നതൊക്കെ ഇതെല്ലാം നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ മെത്തഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം, എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആവും നമുക്ക് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമ്മളെല്ലാവർക്കും യൂണിറ്റ് ഡിജിറ്റ് എന്നാണ് അറിയാം. ഒരു നമ്പറിന്റെ അവസാനത്തെ നമ്പറാണ് യൂണിറ്റ് ഡിജിറ്റ്. അതായത് ഇവിടെ 121 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 1. ആ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ക്വയർ റൂട്ടിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസറിൽ വരാവുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഈ ഒരു ടേബിൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 1 ആണെങ്കിൽ, അതായത് നമ്മളുടെ സ്ക്വയർ റൂട്ടിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആൻസർ എന്ത് വരാം? ഒരു 1ഓ 9ഓ വരാം. കണ്ട, ഇവിടെ 81ഉം 121ഉം അതിൽ രണ്ടിലും എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അങ്ങനെ 1 വരുമ്പോൾ അതിന്റെ ആൻസർ 1ഓ 9ഓ ആകാം. നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ടേബിൾ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ 4 വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ? 2ഓ 8ഓ വരാം. 5 വന്നാൽ 5 മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ഈ രണ്ടെണ്ണമാണ് ഉള്ളത്, 5ൽ മാത്രം ഒന്നുള്ളൂ. ഓക്കെ, 6 വന്നു കഴിഞ്ഞാൽ 16ലും 36ലും എന്താണ്? ലാസ്റ്റ് 6 യൂണിറ്റ് ഡിജിറ്റ് രണ്ടും 6ആണ് റൂട്ടിനുള്ളിലുള്ളത്. അപ്പോൾ 4ഉം 6ഉം വരാം. 9 വന്നു കഴിഞ്ഞാൽ 3ഉം 7ഉം വരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു നമ്പർ, അതായത് ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയർ റൂട്ടിനുള്ളതിൽ 2, 3, 7, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നത്. അതായത് 123, 122, 127 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് ഈ 4 നമ്പർ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? അതിനൊരു സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അങ്ങനെ വരുന്ന നമ്പറുകൾ. ഓക്കെ, സെറ്റ്. അതൊന്നും മൈൻഡിൽ വെച്ചേക്കുക. ലാസ്റ്റ് ഇങ്ങനത്തെ നമ്പർ ആണെങ്കിൽ എന്താണ്? അതൊരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതിന് ഈ രീതിയല്ല, വേറെ രീതിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സെറ്റ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ടോപ്പിക്ക് കവർ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 7921 ഇങ്ങനെ ഒരു നമ്പർ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ നമ്പർ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ 1 കാണുമ്പോൾ തന്നെ നമ്മൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 1 കാണുമ്പോൾ തന്നെ ആൻസറിൽ എന്ത് വരും? ലാസ്റ്റ് നമ്മളുടെ ആൻസറിൽ യൂണിറ്റ് ഡിജിറ്റ് 1ഓ 9ഓ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ 79 എടുക്കുക. 79 എന്ന് പറയുമ്പോൾ അത് ഏതിന്റെ ഇടയിലാണ്? 8ന്റെ സ്ക്വയർ 64. ഓക്കെ, 9ന്റെ സ്ക്വയർ 81. 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. ഈ രണ്ട് നമ്പറിന്റെ ഇടയിലല്ലേ ഈ 79 വരുന്നത്? ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറുത് എടുക്കുക. അതായത് 81 ഇല്ലല്ലോ, ഇത് 79 അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ 8 എടുത്ത്, ഫസ്റ്റ് നമ്പർ 8. ഓക്കെ, രണ്ടാമത്തെ നമ്പർ ഏതാണെന്നറിയാൻ നമ്മൾ 1ഉം ഉണ്ട് 9ഉം ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ 1ഉം ഉണ്ട് 9ഉം ഉണ്ട്. അപ്പൊ അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ 79 ഇത് രണ്ടിലും ഏതിനോടാണ് കൂടുതൽ അടുത്തെന്ന് നോക്കുക. നമ്മളെ വലിയ സംഖ്യയോടാണ് കൂടുതൽ അടുത്തെങ്കിൽ വലിയ നമ്പർ ആൻസറിൽ വരും. ചെറിയ നമ്പറിനോടാണ് അടുത്തെങ്കിൽ ചെറിയ സംഖ്യ ആൻസറിൽ വരും. ഓക്കെ, നമ്മൾ 79 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതിനോടാണ് അടുത്ത്? വലിയ സംഖ്യനോടല്ല. അതായത് 81നോട് 2 അടുത്താണ്, മറ്റേത് നമുക്കൊരു 15 വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ നമ്പറിനോടാണ് നമ്മളുടെ 79 അടുത്ത്. അപ്പൊ നമ്മുടെ ആൻസർ വലിയ നമ്പർ വരും, 89 വരും. ഓക്കെ, സെറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഇവിടെ നമ്മൾ 1 കണ്ടു. അപ്പൊ നമ്മളെ ആൻസർ എന്താണ്? യൂണിറ്റ് ഡിജിറ്റിലും 1ഓ 9ഓ വരാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തു, ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. 50 എന്ന് പറയുമ്പോൾ എന്താ? 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. ഓക്കെ, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. 64 ഇല്ല, അപ്പൊ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? 7ന്റെ സ്ക്വയർ 49 എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത നമ്പർ കിട്ടാനായിട്ട് 1ഓ 9ഓ വരാം. ഓക്കെ, ഇവിടെ 49 ഉണ്ട് 64 ഉണ്ട്. ഓക്കെ, 49നോട് 1 അടുത്താണ്, അതായത് ചെറിയ നമ്പറിനോടാണ് കൂടുതൽ അടുത്ത്. ഓക്കെ, ചെറിയ നമ്പറിനോടാണ് 50 കൂടുതൽ അടുത്ത്. അപ്പൊ എന്താണ്? ചെറുതാണ് ആൻസർ വരിക, 71. ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ്. ഇതാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ലാസ്റ്റ് എന്താ വന്നേക്കുന്നത്? 4 ആ വന്നേക്കുന്നത്. 4 ആകുമ്പോൾ നമ്മളുടെ സ്ക്വയർ റൂട്ടിൽ 4 ആകുമ്പോൾ ആൻസർ 2 വരാം, അല്ലെങ്കിൽ 8 വരാം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് നമ്പർ അല്ലാത്ത നമ്പർ നോക്കുക. 67. 67 എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ 64ഉം 9 സ്ക്വയർ 81ന്റെ ഇടയിലാണ്. ഓക്കെ, 81 ഇല്ല, അപ്പോൾ 8 ആണ് നമ്മളെ ഫസ്റ്റ് നമ്പർ. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ 67 ഏതിനോടാണ് കൂടുതൽ അടുത്ത്? ചെറിയ നമ്പറിനോടാണ് കൂടുതൽ അടുത്ത്. ഓക്കെ, അപ്പൊ നമ്മളെ ചെറിയ ആൻസർ ആയിരിക്കും 82. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ രണ്ട് നമ്പർ സെറ്റ് ചെയ്ത് വെച്ചു. 620. 620 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്കോറിന്റെ ഇടയിലാണ്? നമുക്ക് 30 വരെയുള്ള സ്കോർ നമ്മൾ SSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പഠിച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഓക്കെ, നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് 30 വരെയുള്ള സ്ക്വയർ. ഓക്കെ, നമ്മൾ സ്ക്വയർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പഠിക്കാം. പക്ഷേ നമ്മൾ റീസണിങ്ങിനായാലും അങ്ങനത്തെ പാർട്ടിലൊക്കെ നമ്മൾ എന്താണ് 30 വരെയുള്ള സ്കോർ പഠിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്
എക്സാം ജേർണിയിൽ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കുക. എന്തായാലും നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. 620 എന്ന് പറഞ്ഞാൽ നമ്മൾ 24ന്റെ സ്ക്വയർ എത്രയാ? 576. 25ന്റെ സ്ക്വയർ 625. ഇവിടെ 625 ഇല്ല, 620 ഉള്ളൂ. അപ്പൊ എന്താ നമ്മളെ ഫസ്റ്റ് നമ്പർ വരിക? 24ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്പർ അറിയാം. നമ്മൾ ഇവിടെ നമ്മൾ 1 ആയതുകൊണ്ട് ലാസ്റ്റ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 9 ആയിരിക്കും. ഓക്കെ, സെറ്റ്. 1 അല്ലെങ്കിൽ എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ഏതാണെന്ന് അറിയാനായിട്ട് നമ്മളുടെ ഈ ആൻസർ ഏത് നമ്പറിനോടാണ് അടുത്ത്? വലിയ നമ്പറിനോടാണോ ചെറിയ നമ്പറിനോടാണോ? വലിയ നമ്പറിനോട് അല്ലെ? 625 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 5 വ്യത്യാസമുള്ളൂ. ഇവിടെ അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ നമ്പറാണ് വ്യത്യാസം. 249 ആൻസർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടൂട്ടാ. ഓക്കെ, സെറ്റ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, എക്സെപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ 36ന്റെ കേസ്. 36 ഇവിടെ 1296 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടുക. പക്ഷെ നമ്മളുടെ ഒറിജിനൽ ആൻസർ എന്താണ്? 36ആണ്. ഈ ഒരു കാര്യം മാത്രം എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ബാക്കി ട്രിക്കൊക്കെ ഓക്കെയാണ്. ഈ ഒരൊറ്റ എക്സെപ്ഷൻ മാത്രമേ ഈ ഒരു മെത്തേഡിലുണ്ട്. ഇതൊന്നും മാത്രം 1296ന്റെ കേസ് മാത്രം ഒന്ന് എന്ത് ചെയ്യുക? മെയിൻ ആയിട്ട് നോട്ട് ചെയ്യുക. ബാക്കിയൊക്കെ സെറ്റ് ആണ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു നമ്പർ, രണ്ട് നമ്പർ, ലാസ്റ്റ് രണ്ട് നമ്പർ നോക്കുക. ബാക്കിയുള്ള നമ്പർ ഏതൊക്കെ സ്ക്വയറിന്റെ ഇടയിലാണ് വരുന്നത് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ചെറിയ നമ്പർ നമ്മളെ ഫസ്റ്റ് നമ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക. ലാസ്റ്റ് വരുന്ന യൂണിറ്റ് നമ്മളുടെ അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് 620 ആ രണ്ട് സ്കോർ ഉള്ളതിൽ ഏത് സ്കോറിനാണ് കൂടുതൽ അടുത്തുനിന്ന് എടുക്കുക അതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നോൺ പെർഫെക്റ്റ് സ്കോർ ഡിസ്കസ് ചെയ്യാം. നോൺ പെർഫെക്റ്റ് സ്കോർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം √2, √3, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 0 പോയിന്റ് വരുന്നതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് √2 ഡിസ്കസ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഡിവിഷൻ മെത്തഡ് എന്ന് അതിനെ പറയാം. കാണിച്ചുതരാം. നമ്മൾ 2 എഴുതി. ഓക്കെ, 2 എഴുതി കഴിഞ്ഞിട്ട് 2ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്കോർ ഏതാ? 1 അല്ലേ? ഓക്കെ, 1 നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ എന്താ? 1 × 1 1. ഇപ്പൊ 2 × 1 കുറച്ച 1. നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ഒരു കാര്യം അഡീഷണൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1 ഉണ്ടല്ലോ, ഈ 1 തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ 0 ഇറക്കിടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ടു. 0 നമ്മൾ സാധാരണ എത്ര 0 ഇറക്കിടാറ്? 1 0ആണ്. നമ്മളിവിടെ എത്ര 0 ഇറക്കിടാം? 2 0. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു നമ്പർ എഴുതണം. ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നമ്പറാണ് എഴുതേണ്ടത്? ആ ഒരു നമ്പർ തന്നെ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഇവിടെ എന്ത് നമ്പറാണ് എഴുതേണ്ടത്? ആ ഒരു നമ്പർ തന്നെ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഇവിടെ 3 ആണെങ്കിൽ നമ്മൾ എന്താണ്? 3 × 23. ആ ഒരു നമ്പർ 100ലും താഴെയാണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഏറ്റവും അടുത്തുള്ള നമ്പറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഞാൻ കൂടുതൽ പറയാൻ മനസ്സിലാവും. 3 × 23 പറയുമ്പോൾ 3 × 20 60, 3 × 3 9 69. ഓക്കെ, അപ്പോൾ അത് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കുറച്ചുകൂടി മേലെ സാധ്യത ഉണ്ടോ നോക്കി. അപ്പൊ 4 ആണെങ്കിൽ 4 × 24, 4 × 20 80, 4 × 4 16, 80 16 96. ഓക്കെ, അപ്പൊ അത് 100ന് താഴെയാണ്, ഏറ്റവും അടുത്താണ്. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? 4 വരിക. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ എന്താ വരിക? 1.4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എളുപ്പമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എളുപ്പമാണ്. നമ്മൾ ഡിവിഷൻ മെത്തേഡ് ഇട്ടു, 3 എഴുതി. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് സ്കോർ ഏതാ വരുന്നത്? 1 ആ വരുന്നത്. 1 വന്നു. അപ്പൊ നമ്മളിവിടെ 1 × 1 എത്രയാണ്? 1. കുറക്കുമ്പോൾ 2 കിട്ടും. ഓക്കെ, നമ്മളിവിടെ എന്താണ് കിട്ടിയത്? നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തു, 1 ആഡ് ചെയ്തു, 2 വന്നു. ഓക്കെ, പോയിന്റ് ഇട്ടു, 2 0 ഇട്ടു. ഇവിടെ ഒരു നമ്പർ വരും, ആ നമ്പർ തന്നെ ഇവിടെയും വരും. അപ്പൊ ഇതിലേതാ വരിക? 20 സംതിങ് ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മളൊരു 25 എടുത്തു. 5 ഇവിടെ 5 കൊടുത്താൽ 1.5 ഇട്ട് നമ്മൾ ആണോ ചെക്ക് ചെയ്യാൻ? 5 × 25 എത്രയാണ്? 125. അതല്ല, 200 അടുത്തുള്ള വേറെ നോക്കി. 6 കൊടുത്താൽ എന്ത് വരും? 6 × 26. അപ്പൊ 120, പിന്നെ ഒരു 6ന്റെ 36 വരും. അപ്പൊ 156. അതും ആവാം, പക്ഷെ അത് കുറച്ചും കൂടി ഉണ്ടാവും ചെക്ക് ചെയ്യാൻ. 7 കൊടുത്തു. 7 ഇൻറ്റു എങ്ങനെ കാണിച്ചു തരും വേണ്ട എത്ര ടൈം എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അടുത്തുള്ളത് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പയ്യെ നമ്മൾ സ്പീഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ 7 ആകുമ്പോൾ 7 × 27 140, പിന്നെ 7 49. ഇപ്പൊ എന്താണ്? 189. ഓക്കെ, 8 വരുമോ? ഇല്ല. 8 × 28 എന്താവും? 160, പിന്നെ 8 8 64, 200 ആവും. 200 എന്ന് പറയുമ്പോൾ 200 മേലല്ല, അത് പറ്റില്ല. ഇപ്പൊ എന്താ വരിക? 7 ആ വരിക. ഓക്കെ, ഇവിടെ 1.7 ആണ് ആൻസർ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 73 എടുക്കുമ്പോൾ എന്താ? നമ്മൾ ഡിവിഷൻ മെത്തേഡ് ഇട്ടു. 73. 73ന്റെ താഴെയുള്ള സ്കോർ വരുന്ന ഏതാ? 64ആണ്, അതായത് 8 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 8 വന്നു. 8 8 64. ഓക്കെ, അപ്പൊ 64, 73 64 കുറച്ച് എന്ത് വരും? 64ന് ഒരു 6 കൂട്ടിയാൽ 70ആയി. ഒരു 3 കൂടി കൂട്ടണം, അപ്പൊ ഒരു 9 ആണ്. 6 3 9 കൂട്ടണം. ഇവിടെ നമ്മൾ എന്താണ് കിട്ടിയേക്കുന്നത്? അത് തന്നെ ഇവിടെ ആഡ് ചെയ്യുക. 8 ഇപ്പൊ എന്താണ്? 16 ആണ് വരിക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ 0 ഇടണമല്ലോ, അപ്പൊ പോയിന്റ് ഇട്ടു, 2 0.
ഇത് നമ്മൾ ഇവിടെ എന്ത് വരും എന്നുള്ളത് ഇവിടെ വരുന്ന നമ്പർ തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാണ് ഒരു 5 ആണെങ്കിൽ എന്ത് വരും? 5 ഇൻറ്റു 165, 5 ഇൻറ്റു 100 500, 5 ഇൻറ്റു 6 300, പിന്നെ 5 ഇൻറ്റു 5 25, 825 ആണോ? അപ്പോൾ ഒരു 6 കൂടി ജസ്റ്റ് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 166, ഇവിടെ ഈ 6 തന്നെയാണ് ഇവിടെ. ഓക്കെ, 6 126 എന്ന് പറയുമ്പോൾ എന്താ 600, പിന്നെ 6 ഇൻറ്റു 60 എന്താ വരിക? 360, 960 പോയി. അപ്പൊ ഇതല്ല, ഇവിടെ 5 വരിക. ഓക്കെ, 8.5 ആണ് ആൻസർ വരിക. 8.5 സംതിങ്. ഇനി നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഈ 0.2 0.5 അങ്ങനെ 0 വരുന്ന കുറച്ച് എക്സാമ്പിളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണ്ടി ചെയ്യാൻ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ 0.2 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡ് തന്നെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ 0.2 ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇവിടെ തന്നെ ആഡ് ചെയ്യുക. ആദ്യമേ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെയ്യാം. എന്നിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 20 താഴെ ഏതാ വരുന്നത്? പെർഫെക്റ്റ് സ്കോർ 16 അല്ല വരുന്നത്. 16 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, 4 16 പോയി കഴിഞ്ഞാൽ പിന്നെ 4 വരും. ഈ 4 തന്നെ ഇവിടെ ആഡ് ചെയ്യുക. +4 ആഡ് ചെയ്തു. ഇവിടെ എന്താ വരിക? 8. ഓക്കെ, എന്നിട്ട് ഇവിടെ ഏത് നമ്പർ ആണോ വരുന്നത് ആ നമ്പർ തന്നെ ഇവിടെയും കൊടുക്കുക. അപ്പൊ എന്താണ്? 2 0 ആഡ് ചെയ്യണം. നേരത്തെ ചെയ്ത നോർമൽ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി 4 ഇവിടെ എന്താ വരുമെന്ന് അറിയാനായിട്ട് 4 എനിക്ക് തോന്നുന്നു ഒരു 4 കൊടുത്താൽ വരുമോ നോക്കാം. 4 ഇൻറ്റു 84. ഓക്കെ, എന്താ 4 ഇൻറ്റു 80 320, 16 336 ആണ്. ഓക്കെ, അതിന്റെ മേലെ വരുമോ? അതിന്റെ മേലെ വരില്ല. 5 വന്നാൽ തന്നെ 400 ആയില്ലേ. അതിന്റെ മേലെ വരില്ല. ഒരു 4ഉം കൂടി 0.44 ആണ് വരിക. 0.2ന്റെ സ്ക്വയർ റൂട്ട് 0.44 ആണ് ആൻസർ വരിക. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു. 0.7 എടുക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ജസ്റ്റ് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ 70 ആയി. ഓക്കെ, 70 ആയി. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 70ന്റെ താഴെ വരുന്ന ഏതാ? 8864. അപ്പൊ നമ്മൾ 8 എഴുതി. ഓക്കെ, 8 തന്നെ ഇവിടെ എഴുതി. 8864 പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 വരും. ഓക്കെ, നമ്മളിവിടെ എഴുതിയ സാധനം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ 16 ആണ്. പിന്നെ ഇവിടെ ഒരു നമ്പർ വരും. അത് ഏതാണോ അത് തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പിന്നെ ഇവിടെ 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കുമ്പോൾ ഒരു 5 കൊടുത്ത് നോക്കാം. 5 കൊടുക്കുമ്പോൾ എന്താ? 165. 5 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 100 500, 5 ഇൻറ്റു 60 300, 25. അതായത് 825. വളരെ കൂടുതലാണ് 600. അപ്പൊ അത്ര കഴിക്കാം. അപ്പൊ ഒരു 3 കൊടുത്ത് നോക്കാം. 3 ഇൻറ്റു 163. ഓക്കെ, 3 പറയുമ്പോൾ 300, പിന്നെ 3 ഇൻറ്റു 60 180, പിന്നെ 9 എന്താ 489. ഓക്കെ, അപ്പൊ 3 ആണോ? പിന്നെ ഒരു 4 ആവാനും ചാൻസ് ഉണ്ട്. 4 ആകുമ്പോൾ എന്താ 400, 4 ഇൻറ്റു 60 240. അപ്പൊ 640 ആണ്. അപ്പൊ ആവുന്നില്ല. അപ്പൊ 3 തന്നെ ആവുള്ളൂ. ഓക്കെ, ഇവിടെ 0.83 ആണ് ആൻസർ വരിക. ഇത്രേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനത്തെ നോൺ പെർഫെക്റ്റ് സ്കോറിന്റെ ഒക്കെ റൂട്ട് കാണാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റും. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്കോറിന്റെ റൂട്ട് കാണാനായി നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാവരും റിവൈസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ബൈ ഹാർട്ട് ആവും. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ എന്ത് ചെയ്യുക? ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടൈം സേവ് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.